വെൽക്കം ബാക്ക് ടു സൽം ലേണിംഗ്. അഭിമിസ് ആണ് മക്കളെ. ഇതാ നമ്മുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ബേസിക് സയൻസിലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ടുവേർഡ്സ് 100 fold yield വിളിയിക്കാം 100 മേനി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ വിളിയിക്കാം 100 മേനി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്ലാന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ സീഡ്സും അതിന്റെ ജെർമിനേഷനും വിത്ത് മുളയ്ക്കൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചെടികളുടെയൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള ഒരു പോർഷൻ എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ വേറെ ഒന്നും ഇല്ലടാ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്കിതാ ഒരു ട്രീ ഉണ്ട്. ഈ ഒരു മരത്തിന്റെ അതേ ക്വാളിറ്റീസും അല്ലെങ്കിൽ അതിന്റെ ഫ്ലവേഴ്സ് ആയിക്കോട്ടെ, അതിന്റെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അതേ ഗുണഗണങ്ങളുള്ള മറ്റൊരു ട്രീ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ വിത്ത് കളക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഈ വിത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിന് അതേപോലെ തന്നെയുള്ള വേറൊരു ജനറേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഈ ഒരു സീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരാഗണം, പോളിനേഷൻ ഒക്കെ നടന്നിട്ട് ഇതേ ക്വാളിറ്റീസ് ഉള്ള പേരന്റൽ പ്ലാന്റ്സിന്റെ ക്വാളിറ്റീസ് ഉള്ള മറ്റൊരു വിത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്ലാന്റ്, ഇതിന്റെ അതേ ഗുണഗണങ്ങളുള്ള വേറൊരു പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ സീഡ് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ ഇതിന്റെ വിത്ത് നമുക്ക് കിട്ടുന്നില്ല. ഈ വിത്ത് കിട്ടാത്ത സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഇതുപോലെ തന്നെ വേറൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുക? അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് സീഡ് ജെർമിനേഷൻ, അല്ലെങ്കിൽ ഒരു വിത്തിൽ നിന്ന് ഒരു പ്ലാന്റ് മുളപ്പിക്കുന്ന. അല്ലാണ്ട് ആ സസ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ മറ്റൊരു സസ്യത്തിനെ അല്ലെങ്കിൽ മറ്റൊരു തൈയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലെയറിംഗ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മിസ് സിമ്പിൾ ആക്കി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇവിടെ ഒരു മരത്തിന്റെ ഒരു പെൻസിൽ വലുപ്പത്തിലുള്ള ഒരു സ്റ്റെം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ഇൻസേഷൻ, ഒരു കട്ടിങ്സ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ചകിരിച്ചോറ്, മണ്ണ് അതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇവിടെ കെട്ടിവെച്ചു. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ ഈ ഒരു തടി കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ചകിരിച്ചോറും മണ്ണും ഉൾപ്പെടെ കെട്ടിവെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എവിടെ വെച്ചാണോ കട്ട് ചെയ്തത് ആ പോർഷനിൽ പുതിയ വേര് മുളയ്ക്കും. വേര് മുളച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മറ്റൊരു പ്ലാന്റ് ആക്കി വളർത്തിയെടുക്കാൻ പറ്റും. ഇതിനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ലെയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലെയറിംഗിലെ സ്റ്റെപ്സ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിതാ ഇതുപോലെ 2 നോഡ്സ് ഉള്ള ഒരു ഭാഗം എടുത്തു. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഇൻസേഷൻ, ഒരു ചെറിയ മുറിവ് പോലെ ഉണ്ടാക്കുന്നു. വട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുറിച്ചെടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ ആ ഒരു ലെയർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിലേക്ക് കുറച്ച് മണ്ണ്, ചകിരിച്ചോറ് അതുപോലുള്ള സാധനങ്ങൾ ഇങ്ങനെ വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പിക്ചറിലെ പോലെ കണ്ടോ? ഈ പിക്ചറിലെ പോലെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ കവർ ചെയ്ത് വെച്ചു. അങ്ങനെ കവർ ചെയ്ത് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എന്ത് സംഭവിക്കടാ? ഇവിടെ നമുക്ക് വേര് മുളയ്ക്കും. വേര് മുളച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റി നമുക്ക് നട്ടുവെക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് മദർ ട്രീയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? വിത്തില്ലാണ്ട് അതേ ക്വാളിറ്റീസ് ഉള്ള വേറൊരു പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതിനെയാണ് നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ചാമ്പ, പേര, സപ്പോട്ട, ബദാം, അത്തി ഇതുപോലുള്ള ചെടികളുണ്ടല്ലോ. ഈ ചെടികളിൽ സസ്യങ്ങളിൽ നിന്ന്, ഇതുപോലുള്ള ചെടികളുടെ സസ്യങ്ങളിൽ നിന്ന്, മാതൃസസ്യത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും? കമ്പുകളിൽ ഇതേപോലെ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുതിയ തൈകൾ ഉണ്ടാക്കാം അല്ലെ. ഇൻ പ്ലാന്റ്സ് സച്ച് ആസ് ഗോവ, സപ്പോട്ട, ജവ ആപ്പിൾ, ആൽമണ്ട് ആൻഡ് ഫിഗ്, റൂട്ടിംഗ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റെം ഓഫ് മദർ പ്ലാന്റ്. മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ടിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്കതിൽ വേര് മുളപ്പിക്കാൻ പറ്റും. ഈ സിസ്റ്റം, ഈ വേര് മുളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആ റൂട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ലെയറിംഗിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉള്ളത് എന്നതാ നമ്മൾ നേരത്തെ കണ്ടു. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എഴുതാനായിട്ട് അങ്ങനെ തന്നെ വേണം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാടാ? ഒരു പെൻസിൽ സൈസുള്ള, ഇതുപോലെ ഒരു പെൻസിൽ സൈസുള്ള നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്റ്റെം സെലക്ട് ചെയ്തു. മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഏകദേശം നമുക്ക് കട്ട് ചെയ്യാൻ സൗകര്യമായിട്ടുള്ള ഒരു സ്റ്റെം നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? മെയിൻ സ്റ്റെമ്മിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നും കൂടെ സൗകര്യം അല്ലെ. അതിൽ ഏകദേശം 2 മുതൽ 3 സെന്റിമീറ്റർ വരെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ തടിയിൽ ഇതേപോലെ ചെറുതായിട്ട് ഒരു കട്ടിങ് ഉണ്ടാക്കി. കണ്ടോ? ഇതേപോലെ നമ്മളൊരു കട്ടിങ് ഉണ്ടാക്കി. ആ കട്ടിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് സോയില്, കൗഡങ്ങ് ഇതുപോലുള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ട് റാപ്പ് ചെയ്തു, അങ്ങോട്ട് കെട്ടിവെച്ചു. കെട്ടിവെച്ചതിന് ശേഷം നമ്മളൊരു പോളിത്തീൻ ബാഗിലാണ് ഇത് കെട്ടിവെച്ചത്. എന്നിട്ട് ആ ഏരിയയിൽ ഒരു 2 മാസം കഴിയുമ്പോൾ എന്താവും? റൂട്ട് വന്ന് തുടങ്ങും അല്ലെ. ഇതുപോലെ വേര് മുളച്ചിട്ട്
വന്നിട്ടുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, മാതൃസസ്യത്തിൽ നിന്ന് നമ്മൾ പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുത്തു. അതിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കട്ടിങ് ഉണ്ടാക്കി അല്ലെ. എന്നിട്ട് നമ്മളൊരു 3 സെന്റിമീറ്റർ നീളത്തില് വളയാകൃതിയിൽ നമ്മളത് ചെത്തിയെടുത്തു. ചകിരിച്ചോറും മണ്ണ് ചാണകപ്പൊടിയൊക്കെ ചേർത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 മാസത്തിന് ശേഷം ഈ പതിവെച്ച ഭാഗം നമ്മൾ പുറത്തെടുത്തു, നമ്മൾ വേറെ പ്ലാന്റ് ആക്കി. ഇതിനെയാണ് സിമ്പിൾ ആയിട്ട് എന്ത് പറയാ, ലെയറിംഗ് അഥവാ പതിവെക്കൽ എന്ന് പറയുന്നത്. സോ ലെയറിംഗ് is the practice of producing plantlets by cutting, planting stem of a mother plant after generating roots from it. അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ കേട്ടപ്പോൾ ആദ്യമേ ഈ ഒരു ഡെഫിനേഷൻ ആണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വരയ്ക്കല്ലേ. പക്ഷെ ഇപ്പൊ നമ്മൾ വരയ്ക്കാൻ പാടില്ല. കാരണം എന്താണ് ഇതിൽ ഓരോ വാക്കും നമുക്കറിയാം. ഇവിടെ നോക്കിക്കേ, ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്, തടികൾ ഉണ്ടാക്കുകയാണ് അല്ലെ. തടികളല്ല, തൈകൾ ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ആ തൈകൾ ഉണ്ടാക്കുന്നത്, ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്. മദർ പ്ലാന്റിൽ നിന്നും സസ്യത്തിൽ നിന്നും ഒരു സ്റ്റെം നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കി. എങ്ങനെയാണ്, അതിൽ നിന്ന് നമ്മൾ റൂട്ട്സ് ജനറേറ്റ് ചെയ്തിട്ട് അല്ലെ, മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ നിന്ന് വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സാധനവും ഈ ലെയറിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഓരോ സാധനവും ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, നമുക്ക് ഓർത്ത് വെക്കാനും പറ്റും. അപ്പൊ എന്താണ് ലെയറിംഗ് എന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.